മനുഷ്യാവകാശ പ്രവർത്തകനും മുൻ നക്സലൈറ്റ് നേതാവുമായ ഗ്രോ വാസു ജയിലിൽ തുടരും. പിഴയൊടുക്കാനോ ജാമ്യമെടുക്കാനോ തയ്യാറാകാത്തതിനെ തുടർന്ന് ഗ്രോ വാസുവിനെ കോടതി വീണ്ടും 2 ആഴ്ചത്തേക്ക് റിമാൻഡ്. കോടതി വരാന്തയിൽ വീണ്ടും മുദ്രാവാക്യം മുഴക്കി മുൻ നക്സലൈറ്റ് നേതാവ് ഗ്രോ വാസു. മെഡിക്കൽ കോളേജ് പരിസരത്ത് മുദ്രാവാക്യം മുഴക്കിയെന്നും ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങുമ്പോഴാണ് പശ്ചിമഘട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത്. 94 വയസ്സിന്റെ സമര വീര്യം വിശ്രമിക്കാൻ തയ്യാറല്ല കോഴിക്കോട്ടുകാരുടെ സ്വന്തം വാസുവേട്ടൻ. അപ്പോൾ ഇതിൽ ഗോളിയർ റേഞ്ചിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ മഹാസംഭവം കൂടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ആരെയും കണ്ണുപെടാത്ത ഒരു വർഗമുണ്ട്. മരിച്ചുപോയ ഭർത്താക്കന്മാർ, മരിച്ചുപോയ ഭാര്യമാർ, അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തവർ, അങ്ങനെ കഷ്ടപ്പെട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവർ, ഡോക്ടർമാരെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് ഈ അവിടെ മെഡിക്കൽ കോളേജിൽ ഉള്ള അന്ന് അക്കാലത്ത് അയറ്റക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട്. എത്ര എന്ന് വെച്ചാൽ 75 പൈസ, ₹1 അക്കാലത്ത് വിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ശമ്പളത്തിന് എന്തുകൊണ്ടാണ് ₹1 ഇവർ വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന പ്യൂർ ഭക്ഷണമാണ്, പച്ചക്കറി ഭക്ഷണമാണ് ഉണ്ടാകുക. അത് ഒരു വീട്ടിൽ നിന്ന് 3, 4, 2, 3 കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഭക്ഷണം കിട്ടും എന്നുള്ള നിലക്ക് തന്നെ ആ പാവപ്പെട്ടവർ ആ കാലത്ത് അവിടെ നിന്ന് ജോലി ചെയ്ത് ഇവർ ആട്ടും എല്ലാം കൊണ്ടിട്ടാണ് നിൽക്കൽ. അത് ഈ ഡോക്ടർമാരെ മക്കളും ഡോക്ടർമാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വിഭാഗത്തിന് ഒരു റെക്കോർഡും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു റെക്കോർഡും ഇല്ല. ഇങ്ങനെ ഒരു തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നില്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്ന കണക്കില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ത്രീനെ, ലീലാമ്മ എന്ന് പറയും, ആ സ്ത്രീനെ ഒരു ഡോക്ടർ മകൻ ഒരു ചപ്പാത്തി കരിഞ്ഞ കാരണം കൊണ്ട് ആ സ്ത്രീനെ അടിച്ച് മുഖമൊക്കെ പൊട്ടിച്ച്, മൂക്കെല്ലാം പൊട്ടിച്ച്, അങ്ങനെ കരച്ചിലും വിളിയായി ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ആ ബാച്ചേട്ടൻ്റെ അടുത്ത് പോയിക്കോളൂ, ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാതിരിക്കില്ല, നിങ്ങൾ അവിടെ പോകലാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാവരും കൂടി കുറച്ച് ആൾക്കാർ ബാച്ചേട്ടൻ്റെ അടുത്ത് പൊറ്റമ്മൽ വർഗീസ് ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന പൊറ്റമ്മൽക്കാണ് വരുന്നത്. ആയിരത്തി 1843 ബ്രിട്ടീഷ് ഭരണകൂടം മലബാറിൽ നിയമപരമായി അടിമത്തം നിരോധിച്ചു. എന്നാൽ 400 വർഷം പഴക്കമുള്ള വല്ലിപ്പണി എന്ന സവർണ അടിമ സമ്പ്രദായം വയനാട്ടിൽ മാറ്റമില്ലാതെ തുടർന്നു. തിരുനെല്ലി, തൃശ്ശിലേരി, പനവല്ലി ഭാഗങ്ങളിലായിരുന്നു പ്രധാനമായും വല്ലിപ്പണി നിലനിന്നിരുന്നത്. അങ്ങാടികളും വിപണികളും ഇല്ലാതിരുന്ന കാലത്ത് ഇന്നാട്ടുകാർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് വള്ളിയൂർക്കാവ് ഉത്സവ ചന്തയിൽ നിന്നായിരുന്നു. ഉത്സവത്തിന് പോകാൻ ജന്മിയുടെ സഹായം തേടുന്നതോടെയാണ് അടിമക്കരാർ തുടങ്ങുന്നത്. ഏറെ സേർ നെല്ലും ഒരു കോറത്തുണിയും 2 ഇലച്ചോറും 5 രൂപ നിപ്പുപ്പണവുമാണ് ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് ലഭിക്കുക. അതോടെ പണിയാനും അടിയാനും അവരുടെ കുടുംബവും ജന്മിയുടെ അടിമകളായി. വയനാട്ടിൽ അടിമത്തം നിലനിൽക്കുന്നു എന്ന് പുറം ലോകം അറിയുന്നത് സഖാവ് വർഗീസിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്ക് സമരങ്ങളിലൂടെയാണ്. അതായിരുന്നു തുടക്കം. ജന്മിത്വത്തിനെതിരെ കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരങ്ങളുടെ തുടക്കം. ആ സമരത്തിന് ശക്തി പകരാൻ സായുധ കാർഷിക വിപ്ലവ ലൈൻ നടപ്പിലാക്കാൻ നേരത്തെ പദ്ധതിയിട്ട പ്രകാരം 1970 ഫെബ്രുവരി 8 കോഴിക്കോട് നിന്നും വയനാടിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും
ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി വന്ന സഖാക്കൾ തൃശ്ശിലേരിയിൽ സംഘടിച്ചു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അയനൂർ വാസു എന്ന വാസു. സംഘത്തിൻ്റെ ക്യാപ്റ്റനായി സഖാവ് വർഗീസിനെയും വൈസ് ക്യാപ്റ്റന്മാരായി സഖാക്കൾ വാസു, ബലരാമേട്ടൻ എന്നിവരെയും നിയോഗിച്ചു. പ്ലാൻ ഓഫ് ആക്ഷൻ ചർച്ചയും വിശ്രമവുമായി ഒരു ദിവസം ആദിവാസി ഊരുകളിൽ തങ്ങി. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 10 രാത്രി ഒരു 10 മണിക്ക് ശേഷം 10 മണിയോട് കൂടിയിട്ടാണ് ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ആദിവാസി യുവാവ് മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. ആള് വൈഫ് ഒരു 9 കൊല്ലത്തിന് ശേഷം, പിന്നെ വിവാഹം കഴിഞ്ഞ് 9 വർഷത്തിന് ശേഷം ഉണ്ടാവുന്ന കുട്ടിയെ കാണാനുള്ള ഒരു വലിയ എന്താ പറയുക, മാനസികമായിട്ടുള്ള അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയി കഴിയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കെതിരെ മോഷണ കുറ്റം ചുമത്തുകയും, ചിലർ മൊബൈൽ മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്, ചിലർ പേഴ്സ് മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്രയും മോഷണ കുറ്റങ്ങൾ ചുമത്തിയിട്ട് പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയേണ്ടി വരും ഈ വിശ്വനാഥൻ അവിടുന്ന് അപ്രത്യക്ഷമാണുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആദിവാസി യുവാവ് കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അതിൻ്റെ കാരണം എന്നുള്ളത് സംശയിച്ചിട്ട് ഈ മോഷണക്കുറ്റം ചുമത്തി എന്നുള്ളത് തന്നെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ആദിവാസിക്കെതിരെ നടക്കുന്ന ഒരു അട്രോസിറ്റി എന്നുള്ള നിലയ്ക്കാണ് വാസുവേട്ടൻ ശരിക്കും അതിൽ വലിയ രീതിയിൽ അതിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ എല്ലാ വിഷയങ്ങളിലും, എല്ലാ പൊതുവിഷയങ്ങളിലും വളരെ ആവേശകരമായ നിലയിൽ ഇരകളുടെ പക്ഷം ചേർന്നുകൊണ്ട് ഈ 95-ാം വയസ്സിലും പ്രായത്തെ വകവയ്ക്കാതെ മനുഷ്യാവകാശത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള സന്ധിയില്ലാത്ത പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയനായ വാസുവേട്ടനെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഈ അന്വേഷണ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഒരു 4-5 ദിവസം നീണ്ടു നിന്ന അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഡയറക്ടർ 6 പേജുകളുള്ളതാണ് ആ റിപ്പോർട്ട്. അവിടെ നിന്ന് ഈ മനുഷ്യനെ ആരോ പൈസ എടുത്തെന്നോ പണം എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം മരിച്ചത് കാലിന് ഒരു 3-4 മുറിവുകളുണ്ട്. അത് മരത്തിൽ കയറുന്നതിനുണ്ടായതായിരിക്കും, അങ്ങനെയാണ്. പക്ഷേ അവിടെ വയനാട്ടിൽ പോയി അന്വേഷിക്കുന്നവരും അവരുടെ സഹോദരന്മാർ പറയുന്നത് കാലിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തൊക്കിന് 2 തൊക്കിൻ്റെ ഉള്ളിൽ അങ്ങനെ മുറിവ് വന്നത്, തൊക്കിന്, നെഞ്ചത്ത്, പുറത്ത്, വാടിക്ക് ഇതൊക്കെ പരിക്കുകളുണ്ടെന്ന് അവർ പറയുന്നു.
അവരോട് ചോദിക്കാണ്ട്, അവരെ അറിയിക്കാണ്ട്, അവരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് മാത്രം പോസ്റ്റ്മോർട്ടം നടത്തണ്ട, ആ കാര്യം പോലും അവരെ അറിയിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് പോലീസ് പിന്നീട് CI പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കാഞ്ഞത്. അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും തോന്നിയതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്. അവിടെ പുറമേ നിന്നുള്ള ആൾക്കാരാണോ, സെക്യൂരിറ്റി ആണോ, പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായത് ഒന്നും നമുക്കറിയില്ല. എന്തായാലും ഈ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ എന്താ പറയുക, നീതി പുലരും, അല്ലെങ്കിൽ വിശ്വനാഥനും കുടുംബത്തിന് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയില്ല, എന്തായാലും ആ നിലയിലേക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. 1929 നവംബറിലാണ് എൻ്റെ ജന്മം. സർക്കസ് വന്നാൽ ഇവിടെയാണ്, കോഴിക്കോട്ടെ സർക്കസ് എല്ലാം ഈ ഞങ്ങളുടെ വയലിലാണ് തമ്പടിക്കല്. എല്ലാവിധ വിനോദങ്ങളുടെ ആണ് ഈ വയൽ. അപ്പം കുട്ടികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇവിടെ താമസിച്ച 3 വർഷക്കാലം. ഇവിടുന്ന് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് ഞാൻ രൂപാന്തരപ്പെടുന്നത്. ഞാനും അനുജൻ നെല്ലിക്കോട് ഭാസ്കരൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങളാണ് ഈ മീറ്റിംഗ്, ചുവപ്പ് കൊടിക്കാർ, ത്രിവർണ്ണ പതാകക്കാർ, പച്ചക്കൊടിക്കാരെല്ലാം നിരന്തരമായിട്ട് പൊതുയോഗം ചേർന്നുകൊണ്ടിരിക്കുക കാലത്ത്. അവർക്ക് ഈ വയലിൽ പായ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ആൾക്കാർ ആ പായ വിതരണം ചെയ്യുന്നത് ഞങ്ങളാണ്. ഇതിലൂടെ ഈ രാഷ്ട്രീയക്കാരെന്താ പറയുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച പ്രശ്നമായി ഞങ്ങൾക്ക്. അങ്ങനെ ആ സംശയം ഞങ്ങൾ തീർത്തത് പിന്നെ എൻ്റെ തന്നെ അച്ഛൻ്റെ ഒരു മരുമകൻ കൃഷ്ണപിള്ളയോടൊപ്പം കോമൺവെൽത്തിൽ യൂണിയൻ സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഗോപാലൻ എന്ന് പറഞ്ഞിട്ട്, പടിഞ്ഞാറ് വീട്ടിൽ ഗോപാലൻ, അച്ഛൻ്റെ പെങ്ങളെ മകനാണ്. അദ്ദേഹത്തോടാണ് ഞങ്ങൾ ഈ സംശയം തീർത്തത്. ആ സംശയത്തിനുള്ള മറുപടി വളരെ രസാവഹമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ത്രിവർണ്ണ പതാക മുതലാളിമാരുടെ പാർട്ടിയാണ്, പച്ചക്കൊടി മാപ്പിളമാരുടെ പാർട്ടിയാണ്, ചുവപ്പ് കൊടി അത് നമ്മളെ പാർട്ടിയാണ്, തൊഴിലാളികളുടെ പാർട്ടി. അന്ന് മുതൽ ഞാനും നെല്ലിക്കോട് ഭാസ്കരൻ, അനുജൻ നൊണ്ടി ഭാസ് എല്ലാവരും ചുവപ്പ് കൊടിയുടെ ആൾക്കാരാണ്. പതിനാറ് വയസ്സിൽ ആദ്യമായിട്ട് പഴയകാല ദേശാഭിമാനിൻ്റെ മുന്നിൽ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നതാണ്. രാമനുണ്ണിയാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത് ഞങ്ങൾക്ക്. ഇത് ഞാൻ വളണ്ടിയർ ഓഫീസറായി 1950 വളണ്ടിയർ ഓഫീസറായി ട്രെയിനിങ് ചെയ്ത് വന്നിട്ട് ഇവിടെ നെല്ലിക്കോട് വില്ലേജിലെ പാർട്ടി സഹാക്കൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ വളണ്ടിയർ കോറാണ്, നെല്ലിക്കോട് വില്ലേജ് വളണ്ടിയർ കോറാണ്. അതിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ്. അന്ന് ഐക്യ കേരളം വന്നിട്ടില്ല. അപ്പം മദ്രാസ് ഗവൺമെന്റിന്റെ ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ തകർന്നു പോകുന്നൊരു ഘട്ടമാണ്. കോഴിപ്പുറത്ത് മാധവമേനോൻ എന്ന കോൺഗ്രസ്സുകാരനായിരുന്നു ജയിൽ ഭരണം.
അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സേലം ജയിലിൽ വെടിവെപ്പുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള പത്രങ്ങൾ പരസ്യമായിട്ട് വിൽക്കുക പോലും ചെയ്തിരുന്നു അക്കാലത്ത് ഞാൻ. വർഷം 1950. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമവിധേയമായ കാലം. പൊറ്റമ്മൽ പാർട്ടി ഓഫീസ് 300 രൂപ വാർഷിക വാടക കൊടുക്കാനില്ലാതെ കെട്ടിടമൊഴിയേണ്ട അവസ്ഥ വന്നു. മീറ്റിംഗ് കൂടി ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കോംട്രസ്റ്റിലെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ വാസു വിവരമറിഞ്ഞ് നേരെ പോയത് സഖാവ് ശങ്കരനെ കാണാനാണ്. ഒറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്: 2 മാസത്തെ കാലതാമസം. പാർട്ടി ഓഫീസ് തിരിച്ചു പിടിക്കാം, അതിനായി പണം കണ്ടെത്താൻ. ഷോഡതി നടത്തി പണം സമാഹരിച്ച് ഓഫീസ് തുറന്നു എന്ന് മാത്രമല്ല, കുടക്കുറി നടത്തി വളണ്ടിയർ കോറിന് ബാൻഡ് സെറ്റുമുണ്ടാക്കി. അന്ന് മുതലാണ് വാസുവേട്ടന്റെ കുട നിർമ്മാണം തുടങ്ങുന്നത്. ഇത് 1977 വരുന്നത്. 77 ഏപ്രിലിൽ ഒരു 1-2 മാസത്തിന്റെ അടുത്ത് തന്നെ ഞാൻ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. സ്റ്റേറ്റ് പുനഃസംഘടനാ കമ്മിറ്റിന്റെ കൺവീനറായിട്ട് ഇന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൽബേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗദ്ദർ പാർട്ടിൻ്റെ ഒരു പ്രതിനിധി കേരളത്തിൽ വരുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ട് തന്നെ കണ്ടു, സംസാരിച്ചു. ഞാൻ ഒരു 2-3 നമ്മുടെ പ്രധാനപ്പെട്ട സഹാക്കളെയും കൂട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചു. പിറ്റേന്നാണ് അദ്ദേഹം പോയത്. പോകുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് തന്നതാണ് ഈ ബാഡ്ജിൽ സ്റ്റാലിൻ്റെ തുണിയിലുള്ള നെയ്ത ഒരു ഫോട്ടോ. ഇത് അദ്ദേഹം തന്നതാണ്. തിരിച്ചടികൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി വളരെ വളരെ തീക്ഷ്ണമായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ആയിരക്കണക്കിന് ആൾക്കാരോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം. അത് ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നക്സലേറ്റ്. അതിലെത്തിയിട്ടും പിന്നെ 6 കൊല്ലം ജയിലിലും മറ്റ് പുറത്തുമായിട്ട് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. പിന്നെ അവിടെ എത്തിയതിന് ശേഷം വളരെ സങ്കീർണമായിട്ടുള്ള പരിസ്ഥിതിയിൽ മാർക്സിസ്റ്റുകാരുടെ എതിർപ്പ്, ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ച് മനസ്സിലാകാത്ത പ്രയാസങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ചു കൊണ്ടാണ് പിന്നീട് ഞാൻ നക്സൽ പ്രസ്ഥാനത്തിനെ പുനഃസംഘടിപ്പിക്കുന്നത് കേരളത്തിൽ. അതിൻ്റെ അടിയന്തരാവസ്ഥയിൽ തകർന്നു പോയിട്ടുള്ള
നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പുനഃസംഘടനാ കമ്മിറ്റി കൺവീനറായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സത്യസന്ധമായിട്ടും സിൻസിയറായിട്ടും പ്രവർത്തിക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അങ്ങേയറ്റം ഉപജാപകന്മാരും തിരുട്ട് മാർഗക്കാരും ഈ നക്സൽ പ്രസ്ഥാനത്തിൽ പോലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല പോലീസ് ഏജന്റുമാരുണ്ടെന്നും മനസ്സിലായി. അപ്പം ഈ അതുമല്ല സവർണ അവർണ മനോഭാവം അതിതീക്ഷ്ണമായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതിനൊന്നും അങ്ങനെ ഒറ്റക്ക് നേരിടുക എന്നുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു ഉപജാപപരമായിട്ട് വേറൊരു വിങ് ഉണ്ടാക്കുക അങ്ങനെ അതിനൊക്കെ ഞാൻ ആദ്യം എതിർപ്പിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് മുതൽ അങ്ങനെ ആരെങ്കിലും പരസ്പരം കുത്തിക്കൊടുക്കുണ്ടാക്കുന്നെങ്കിൽ അതെല്ലാം വലിയ എതിർപ്പാണ്. അപ്പോൾ ആ രീതിയിൽ അതൊക്കെ എനിക്ക് വലിയ ഷോക്കായി. അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ആത്മഹത്യ ടെൻഡൻസി വരെ വന്നപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിട്ട് സംസാരിച്ചു. സഹപ്രവർത്തകർ അന്നേരമുള്ള സഹപ്രവർത്തകരല്ല, അതിൻ്റെ ഒരു 10 വർഷം മുമ്പ് തന്നെയുള്ള ഞങ്ങൾ ഒന്നിച്ച് ആണ് പിന്നീട് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരാണ് പറയുന്നത് നിർത്തികളെ. അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരുന്നെങ്കിലും അത് മാത്രമാണ് പോകാൻ വഴിയുണ്ട്. ജീവിക്കണോ അതല്ല അപമാനിതനായിട്ട് ജീവിക്കണോ അതല്ല പിന്നെ ഇങ്ങനെ രാഷ്ട്രീയം നടത്തണോ എന്നുള്ള പ്രശ്നം മുന്നിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയം നടത്തുന്നത്. അങ്ങനത്തെ തീക്ഷ്ണമായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ഇടയിലാണ് ഇവർ കൂട്ടമായിട്ട് വരുന്നത്. ഇവർ മാത്രമല്ല, മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ തൊഴിലാളികളും വരുന്നുണ്ട്. മാവൂർ ഗോളിയോർ റൺസിൽ കോൺട്രാക്ട് സിസ്റ്റത്തിൽ അക്കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്ത് അന്ന് കിട്ടുന്ന ശമ്പളം എത്ര എന്ന് ചോദിച്ചാൽ ഒരു 75 പൈസ, ഒരു ഉറുപ്പിയാണ് ആ കാലത്ത് ശമ്പളം കിട്ടുക. പിന്നെ ഈ ശമ്പളത്തിന് കഷ്ടപ്പെട്ട് നമ്മൾ എന്തുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പെർമനന്റ് വർക്കേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ല ശമ്പളമാണ്. അക്കാലത്തൊക്കെ വലിയ ശമ്പളം, ബോണസ്, അരിയേഴ്സ്, യൂണിഫോം ഇതെല്ലാം കിട്ടും. അപ്പം അത് പെർമനന്റ് ആയി കിട്ടിയാൽ ഒരു കുടുംബം രക്ഷപ്പെടും എന്നുള്ള നിലക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ പണിയെടുത്തു. അങ്ങനെ കുറേ കാലം ജോലി ചെയ്ത് നോക്കുമ്പോൾ അവിടെ പെർമനന്റ് വർക്കേഴ്സ് പിരിഞ്ഞു പോകുമ്പം അവിടെ ഉണ്ടാകുന്ന വേക്കൻസിയിലാണ് ഈ കോൺട്രാക്ട് സിസ്റ്റത്തിലുള്ള ആൾക്കാർ അവിടെ പെർമനന്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കുറേ വർഷങ്ങളായപ്പം ഈ കോൺട്രാക്ട് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പണി കിട്ടുന്നതിന് അവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ 12 യൂണിയൻ ഉണ്ട് നിലവിൽ. അന്ന് ഈ 12 യൂണിയൻ നിലനിൽക്കെ ഞങ്ങൾക്കാർക്കും ഈ കമ്പനിയിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള, ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഗോളിയോർ റാൻസിൽ കോൺട്രാക്റ്റുകാരുമായിട്ട് ബന്ധമില്ലാതെ ഇവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഈ വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായപ്പോൾ മൊത്തത്തിൽ കോൺട്രാക്ട് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവർ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആര് എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ നക്സലൈറ്റുകാരൻ നക്സലൈറ്റുകാരന് ഇപ്പം 2 കേണിച്ചിറ മൊത്തായിൻ്റെയും കോങ്ങാട് കൃഷ്ണൻകുട്ടി ആരെയൊക്കെ തല എടുത്തിട്ടുള്ള ടീമാണെന്നും ഇതൊക്കെ കേട്ടപ്പോൾ ഇവരൊന്ന് മര്യാദ പഠിപ്പിക്കണം എന്ന് ഞങ്ങൾക്കും തോന്നി. അപ്പൊ അതിൻ്റെ ആ തണലിൽ ഞങ്ങൾ ഒരു 13ാമത്തെ യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് കൊച്ചമ്പലിക്ക് ചെന്നതാണ്.
അപ്പോൾ പൊറ്റമ്മൽക്ക് ചെന്നപ്പം വാസേട്ടനെ കണ്ട് സംസാരിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് വാസേട്ടൻ എങ്ങനെ നിങ്ങളെ കാണാമോ ആ കാര്യം ഇങ്ങോട്ട് പറയണ്ടാണ്. കാരണം നിങ്ങളെ ഗോളിയറൻസ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, അഹന്തത കൂടിയിട്ടുള്ള കൂട്ടരാണ്. നിങ്ങളെ തൊഴിലാളി എന്ന് ഗോളിയറൻസിലെ തൊഴിലാളിയൊക്കെ പറയാൻ പറ്റില്ല. ആ രൂപത്തിലുള്ള പാവപ്പെട്ടവർ വേറെ ഉണ്ട്, ആ രൂപത്തിലുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് മാവൂർക്ക് നമ്മളെ വിളിക്കണ്ട എന്ന് വാസേട്ടൻ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് നിന്നിരുന്ന ഒരവസരമാണ് ഒരു വരുന്നത്. വാസേട്ടനെ കൊണ്ടുവന്ന് ഞങ്ങൾ 13ാമത്തെ ഒരു യൂണിയൻ ഉണ്ടാക്കുക മാവൂർ ഗോളിയറൻസ്. ആ 13ാമത്തെ യൂണിയൻ ഉണ്ടാക്കി. അത് അതിന്റെ പേരാണ് ഗ്രോ. ഗോളിയറൻസിന്റെ ഓമന ഒരു പേരുണ്ട് അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക്. അതെന്താണ്? ഓൾ ഡ്യൂട്ടി. അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് 12 യൂണിയന്റെ 60 30 ഒരു 25 ആൾക്കാരെങ്കിലും ഇവർക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട. ആദ്യം ഞങ്ങൾ നിഷേധിച്ചത്, ഗ്രോ യൂണിയൻ നിഷേധിച്ചത് അതാണ്. ഗ്രോ യൂണിയൻ ഈ ഓൾ ഡ്യൂട്ടി ആവശ്യമില്ല, ഞങ്ങൾ പണിയെടുത്തെങ്കിൽ എടുത്ത് കിട്ടിയാൽ മതി, അത് എത്ര വെച്ചാൽ കാർഡ് പഞ്ച് ചെയ്യുന്ന അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് മതി ഞങ്ങൾക്ക് കൂലി, കമ്പനീൻ്റെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഇത് തള്ളണത് ഞങ്ങളാണ്, ഗ്രോ യൂണിയൻ. ഞങ്ങൾ വേറെ ആനുകൂല്യം പറ്റിയിട്ടില്ല. അപ്പം തുടങ്ങിയിരിക്കുന്ന ഇവർ. പിന്നെ ഇവർ എന്താണ് ചെയ്യുക? ഇവർ വിചാരിച്ച രൂപത്തിലൊന്നും കാര്യങ്ങൾ നീങ്ങാതെ വന്നപ്പോൾ അവിടെ ഉണ്ടായത് തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചു വെപ്പിക്കുക ബർലൻ കൊണ്ട്. ഗോളിയറൻസിന് എതിരായിട്ട്, ഈ മലിനീകരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ സമരം നടക്കുന്നതിനിടക്കാണ് 1975 ഇടക്കാലാശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ സമരരംഗത്തിറങ്ങുന്നത്. യഥാർത്ഥത്തിൽ ആ ഇടക്കാലാശ്വാസം ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം ആയിരുന്നില്ല അത്. അന്തർദേശീയ മാർക്കറ്റിലൊക്കെ പൾപ്പിനൊക്കെ വില കുറഞ്ഞു നിൽക്കുകയും എങ്ങനെയെങ്കിലും ഈ കമ്പനി ഒന്ന് നിർത്തിവെക്കണമെന്ന് മാനേജ്മെൻറ്റ് പോലും ആഗ്രഹിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. നിർഭാഗ്യവശാൽ ഗോളിയറൻസിലെ യൂണിയൻ നേതാക്കളെ കയ്യിലെടുക്കുകയും അങ്ങനെ ഗോളിയറൻസ് മാനേജ്മെൻറ്റിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരമായിരുന്നു യഥാർത്ഥത്തിൽ ഇടക്കാലാശ്വാസത്തിന് വേണ്ടിയുള്ള സമരം. ആ സമരം മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ വാഴക്കാടും മാവൂർ പ്രദേശങ്ങളും മൊത്തത്തിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും അന്യദേശത്ത് നിന്ന് മാവൂരിൽ വന്ന് താമസിക്കുന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽപ്പെട്ട 13 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് വാസുവേട്ടനും മോയും ബാപ്പുവും കൂടി അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതും അതിൻ്റെ അവസാന ഫലമെന്നുള്ള നിലക്ക് ഗോളിയറൻസ് വീണ്ടും തുറക്കുകയും ചെയ്യുന്നു. മാവൂർ കമ്പനി തുറക്കാൻ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാലിയാറിലെ ഈ മാലിന്യ പ്രശ്നമാണ്. ടാർ പരുവത്തിലായിരുന്നു ഈ വെള്ളം. അല്ല ഈ കട്ടിയുള്ള ടാർ ഉരുക്കി ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ രൂപത്തിലായിരുന്നു. ഇതിലേക്ക് ഇറങ്ങുവാൻ പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഈ ഗോളിയറൻസിനെതിരായിട്ടുള്ള ഒരു സമരം നമ്മൾ നടത്തുന്നത്. അന്നൊന്നും ഈ കമ്പനി അടച്ചുപൂട്ടണമെന്നുള്ളൊരു മുദ്രാവാക്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏത് വലിയ ഫാക്ടറികളും പരിസര മലിനീകരണം എന്ന ഒരു ദോഷത്തോടു കൂടിയല്ലാണ്ട് ജനിക്കുന്നില്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ജോലിയാണ്, വേതനമാണ്, കുടുംബത്തിന് നോക്കലാണ്. അവർക്ക് ആ പ്രശ്നം സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കാൻ അതിൻ്റെ ധാരണകൾ അത്ര തീക്ഷ്ണമായിട്ട് കിട്ടില്ല.
അവിടെ അതിൻ്റെ ഏറ്റവും പ്രസ്പഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് മാവൂരിലുണ്ടായിരുന്നത്. അതിൻ്റെ റിയാക്ഷൻ അന്തരീക്ഷ മലിനീകരണം, ചാലിയാർ മലിനീകരണം, ഇതെല്ലാം അങ്ങേറ്റം തീക്ഷ്ണമായിട്ടുള്ള ഒരവസ്ഥ. ഇതിൻ്റെ ഒരു ഗുണവും അനുഭവിക്കാത്ത ജനങ്ങൾ അനുഭവിക്കുകയാണ്, ഇവരും അനുഭവിക്കുകയാണ്. ഫാക്ടറിക്കുള്ളിൽ ഉള്ള അത്ര തീക്ഷ്ണത അങ്ങനെയായാലും പുറത്തുണ്ടാവില്ല. ഈ ഫാക്ടറി ആരംഭിച്ചതിന് ശേഷം ഈ പ്രകൃതിയിൽ അത് വരുത്തുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച മനുഷ്യർക്കൊന്നും മാവൂർ അങ്ങാടിയിലേക്ക് ഇവരുടെ പരിഹാസം കൊണ്ട് തൊഴിലാളി നേതാക്കന്മാരുടെ, പ്രത്യേകം ക്ഷുദ്രജീവികളെ തൊഴിലാളികളുടെ ഇതായിട്ടുള്ള പരിഹാസങ്ങൾ മറ്റും കൊണ്ട് അവർ ചായപ്പിടിയിലേക്ക് പോലും വരാറുണ്ടായിരുന്നില്ല എന്നാണ് പീതാംബരം മാസ്റ്റർ പോലെയുള്ള പ്രവർത്തകന്മാരെന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിൽ യൂണിയൻ പ്രഖ്യാപിക്കുന്ന ആ യോഗത്തിലേക്ക് തന്നെ നമ്മൾ റഹ്മാൻ സാഹിബിനെയും പീതാംബരം മാസ്റ്റർ പോലുള്ള പ്രകൃതി സ്നേഹികളെ വിളിച്ചും കൊണ്ടാണ് ഇങ്ങനെ യൂണിയൻ തന്നെ ഉദ്ഘാടനം ചെയ്തത്. ബോളിയോറാൻസിനെതിരായിട്ടുള്ള സമരം രൂക്ഷമായി വന്നപ്പോൾ ഞങ്ങൾ 1977 ഞങ്ങൾ മുദ്രാവാക്യം മാറ്റുന്നത്. അതുവരെ ബോളിയോറാൻസ് നടക്കട്ടെ, പിന്നെ അതുപോലെ തന്നെ കമ്പനിക്ക് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവട്ടെ, അതേസമയത്ത് മലിനീകരണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. ഈ കെ റഹ്മാൻ സാഹിബിന് കൂടി ക്യാൻസർ രോഗം ബാധിച്ചതോടുകൂടി ആ മുദ്രാവാക്യം നമ്മൾ 1977 ആ മുദ്രാവാക്യം മാറ്റുകയും അടച്ചുപൂട്ടു ഗ്രാസിംഗ് കമ്പനി, മനുഷ്യജീവൻ രക്ഷിക്കൂ എന്നുള്ളൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ ബോളിയോറാൻസ് അടച്ചാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാൻ സാധിച്ചത് ഈ ഗ്രോ യൂണിയനിലെ വാസുവേട്ടന് മാത്രമായിരുന്നു. ഈ കമ്പനിയെ ഇവിടെ പ്രൊഡക്ഷൻ മാറ്റി ഈ പൾപ്പും ഫൈബറും ഉണ്ടാക്കുന്നതിന് പകരം മലിനീകരണം ഉണ്ടാക്കാത്ത, വായുവും വെള്ളവും മലിനീകരിക്കാത്ത രൂപത്തിലുള്ള മറ്റ് പ്രൊഡക്ഷനുകൾ ആക്കിയതിനെ മാറ്റണം എന്നുള്ള ഒരു ന്യായമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. മറ്റ് യൂണിയനുകൾക്ക് അങ്ങനെ ഒരു ആശയം വരികയോ അത് ഉന്നയിക്കുകയോ ചെയ്തില്ല. ആരോ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ആ ബാച്ചേട്ടൻ്റെ അടുത്ത് പോയിക്കോളൂ. ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാതിരിക്കില്ല, നിങ്ങൾ അവിടെ പോയാലാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ എല്ലാവരും കൂടി കുറച്ച് ആൾക്കാർ ബാച്ചേട്ടൻ്റെ അടുത്ത് പൊറ്റമ്മൽ വർഗീസ് ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന പൊറ്റമ്മൽക്കാണ് ഇവർ വന്നത്. അതായത് വാസോട്ടൻ യൂണിയൻ ഒന്നും ഉണ്ടാക്കണ്ട, ഇവരെയൊന്ന് വന്ന് കാണണം. അവസാനം സുകുമാരൻ്റെ ആവശ്യം, ഈ സുകുമാരനോടാണ് വേളുകെട്ടൻ അത് പറഞ്ഞത്, ഒന്ന് വന്ന് കാണണം. രണ്ടാമത്തെ മൂന്നാമത്തെ തവണ വന്നപ്പം അത് ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് പിന്നെ പിന്മാറുന്നത് ശരിയല്ലാന്ന് വെച്ചിട്ട് പോയിട്ട് ഞാനത് കാണുകയാണ്. അതിനോടനുബന്ധിച്ച് പിന്നീട് ഞാൻ അവിടെ പോലീസിൽ അതിൻ്റെ പണിയെടുത്തു. അതൊന്നും ചെയ്യാൻ ആളില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ആരും ചെയ്താൽ അവർ അടിക്കും. സുഭാഷ് ഡോക്ടർമാരെ അടിച്ച ആളാണ് ഈ വിദ്യാർത്ഥി നേതാവ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കാലഘട്ടമാണത്. അപ്പം പിന്നെ ഞാൻ അത് ചെയ്തു. പിന്നീട് ഞാൻ കണക്കാക്കിയിട്ടൊരു സംഘടന ഇല്ലാണ്ട് സംഘടന ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവസാനം ഇവനെയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടതിന് ശേഷമാണ് ഞാൻ മനസ്സ് മാറുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ അടുത്തൊരു സംഭാഷണം ഉണ്ടായി. മന്ദർത്തി
എന്ന് പറഞ്ഞാൽ അജിതിൻ്റെ അമ്മ ഒരു മഹദീന്യം വളരെ അനുഭവപരിചയമുള്ള ഒരു സ്ത്രീയാണ്. അപ്പം ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ബോംബെയിലൊക്കെ തൊഴിലാളികളുടെ ഒന്ന് അവര് പറഞ്ഞു വാസുവേട്ടൻ അങ്ങനെ അന്ന് ആ ഒരു വീട്ടിലുണ്ട്, അജിതിയും മന്ദാകിനിയും യാക്കൂബൊക്കെ വീട്ടിലുണ്ട്. ഒരു രണ്ടാമത്തെ തവണ പോയതിൻ്റെ ശേഷം വിളിച്ചിട്ട് പറഞ്ഞു അത് ശരിയല്ലോ വാസുവേട്ടൻ, ഇങ്ങനെ നമ്മൾ തൊഴിലാളികളോട് അങ്ങനെ പറയുന്നു ശരിയല്ല, നിങ്ങൾ ഇതാക്കണം. ആ വാക്കും ഈ അനുഭവം, അത് ഈ ഹോസ്റ്റൽ തൊഴിലാളിനെ കസാല എടുത്തടിച്ച് 3 കൂട്ടുണ്ടായിരുന്നു. അപ്പം ഈ തരം ഒരു പരിതസ്ഥിതിയിലാണ് ഞാൻ മനസ്സ് മാറ്റി, ആ തീരുമാനം മാറ്റി. അങ്ങനെയാണ് പിന്നീട് 2 യൂണിയൻ ഉണ്ടാക്കുന്നത്. ഒന്ന് ആദ്യം ഹോസ്റ്റൽ തൊഴിലാളി യൂണിയൻ, ഇത് മാവൂരിലെ ഗൃഹ യൂണിയൻ. എൻ്റെ പേര് NP ജയൻ. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ വിവിധ പത്രങ്ങളിൽ ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. 1993 മുതലാണ് ഞാൻ മാധ്യമത്തിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വാസുവേട്ടനെ കാണുന്നത്. വാസുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ വാസുവേട്ടൻ അവിടെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ കൊണ്ടുപോയിട്ട് നല്ല ചോറും അയലക്കറിയും വാങ്ങും. എന്നിട്ട് അയലയുടെ തല അളിയനും കൊടുക്കാട എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്നെ കൊണ്ട് കഴിപ്പിക്കുക. എനിക്ക് അയലേൻ്റെ തലയൊക്കെ കഴിക്കാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് വാസുവേട്ടനാണ്. പിന്നെ വാസുവേട്ടൻ ധാരാളം മാങ്ങയൊക്കെ കഴിക്കാൻ തരും. അങ്ങനെ അന്ന് ആദ്യമായിട്ട് വാസുവേട്ടനെ കാണാൻ പോയപ്പോഴാണ് വാസുവേട്ടൻ നല്ല പാലക്കാട് നിന്നൊരു ജമാൽ എന്ന് പറയുന്ന കൃഷിക്കാരൻ കൊണ്ടിരുന്ന മാങ്ങ പൂളി തന്നു എനിക്ക്. ഞാനത് വീട്ടിലേക്ക് വരുമ്പോൾ ബാഗിലിട്ട് ഇവിടെ കൊണ്ട് നട്ടു. നമ്മുടെ അടുക്കളയുടെ ബാക്കിൽ അതിപ്പോഴും ഉണ്ട് ആ മാവ്. അതിനെ ഞങ്ങൾ ഗ്രോ മാവ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ 2006 മാധ്യമം വിട്ടു. 2006-07 കാലഘട്ടത്തിൽ R മാധവൻ നായരുടെ കൂടെ വാസുവേട്ടനെ കാണാൻ പോയി ഒരിക്കൽ. അപ്പോൾ വാസുവേട്ടനൊരു മലയണ്ണാനുണ്ട്. ആ മലയണ്ണാൻ്റെ കൂടെ വാസുവേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം വെച്ചിട്ട് മാധവൻ നായർ ഒരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളിൽ മാധവൻ നായർക്ക് ഒരു ഇൻ്റർനാഷണൽ അവാർഡും കിട്ടി. ഞാനായിട്ട് അത്ര കണക്ക് എൻ്റെ കൂടെയാണ് കിടക്കുക. ഭക്ഷണം കഴിച്ചാൽ നിൻ്റെ ചുമലിലിരുന്ന് കഴിക്കണം, അത് കഴിഞ്ഞൊരു ഉമ്മ വന്നിട്ടാ പോവുക. അങ്ങനെയൊക്കെ ഇവൻ മലയാളം ഇങ്ങനെ തള്ളി ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇതൊക്കെ തട്ടിയതും ഈ ഫോട്ടോൻ്റെ മേലെ കൂടി അവൻ്റെ ഒരു നഷ്ടമുണ്ട്. അപ്പോഴേതാ വീണ് കുത്താന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയാലും ഞാൻ അവനെ സബൂറാക്കിയിട്ട് മുൻകറും. ഓനെന്ത് അപകടം ഉണ്ടാക്കിയാലും പരാതിയില്ല, അന്നറിയില്ലല്ലോ. തൊണ്ണൂറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 25ഓളം വരുന്ന സ്ത്രീകളായിട്ടുള്ള മെസ് തൊഴിലാളികളുടെ ഒരു സമരം നടന്നു. അന്ന് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. അപ്പം വാസുവേട്ടൻ അവരുടെ ഇതിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറയുക ഉപവാസം കടന്നു. അങ്ങനെ അത് നീണ്ടു പോയി. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് വളരെ മോശം സമീപനമായിരുന്നു എടുത്ത്. അവിടുന്ന് ശൂലവാണി അവരുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ കുട്ടി പിന്നെ ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം കുട്ടി എൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് വന്ന് മുറ്റത്ത് നിന്ന് പടി വരെ വന്നു. അപ്പം ഞാൻ ആ കുട്ടീനോട് സംസാരിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത്, ആദിവാസികളോട് എങ്ങനെ മനുഷ്യരല്ലാത്ത രീതിയിൽ അച്ഛനെ പോലുള്ളവരും പെരുമാറുന്നു.
ആ കാരണം കൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് ഭൂമിയിൽ ഇത് പാവപ്പെട്ട കൃഷിക്കാരുടേതാണ് ഭൂമി. അത് പിടിച്ചെടുത്ത് കണ്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. അത് അവർക്കൊന്നും മാന്യമായിട്ടുള്ള കൂലി പോലും കൊടുക്കുന്നില്ല. നീ ഒരിക്കലും ഇങ്ങനെ ഭൂമിയെ കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കരുത്, ഒരു ജോലി കണ്ടെത്തണം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞ്. ആ കുട്ടി അങ്ങനെ തന്നെ ഉണ്ടായി എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ആ കുട്ടി പിന്നെ സ്വന്തം നിലയിൽ പഠിച്ചതിന് ശേഷം ഒരു അധ്യാപകനായി ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല നക്സൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ആ സമരത്തെ സംബന്ധിച്ചും ആൾ ഒരു കവിത തന്നെ എഴുതിയെന്നാണ് ഞാൻ പിന്നെ നരിനരങ്ങി മലയിലെ നരികൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ആ കുട്ടി എഴുതിയെന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഒരു 9 മണിക്ക് ഞങ്ങൾ ഒരു ആക്ഷൻ ഏറെക്കുറെ 6ഓളം വീടുകളിൽ, ജമ്മിമാരുടെ വീടുകളിൽ ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പഠനം വർഗീസിൻ്റെ നേതൃത്വത്തിൽ സഹക്കൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദിവസം ഞാൻ കാട്ടിൽ തന്നെ ഒറ്റക്ക്. പിറ്റേന്ന് രാവിലെ ഞാൻ ആ കിടന്ന സ്ഥലത്ത് നിന്ന് മാറി കുറച്ചുകൂടി സൗകര്യമുള്ളൊരു സ്ഥലത്ത് കിടന്നുറങ്ങാം. എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തുറസായ സ്ഥലത്ത്, സുഖമായിട്ട് നിരപ്പായ സ്ഥലത്ത് കിടന്നു. അങ്ങനെ സ്ഥലം പിന്നെ കാടിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അപ്പോഴെനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇന്നലത്തെ ആക്ഷൻ നടന്നതാണ്, ഇന്നലത്തെ വെടിവെപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ എന്തായാലും ആരെയും കിട്ടിയില്ല, എന്തായാലും അവർ കാട് കയറാണ്ടിരിക്കില്ല എന്നുള്ള ഉറപ്പല്ലേ. അതുകൊണ്ട് ഈ തുറസായ സ്ഥലത്ത് കിടക്കുന്നത് ശരിയല്ല. അങ്ങനെ തീരുമാനിച്ച് ഞാൻ ആ തുറസിലേക്ക് ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. അത് കാട് നിറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ്. ആ മരം അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വീണത്. അതിൻ്റെ പകുതി ഈ തുറസായ സ്ഥലത്താണ്, പകുതി കാട്ടിൽ തന്നെ. അപ്പം നല്ല ഞാൻ അവിടേക്ക് എത്താൻ പരിശ്രമിച്ച് അവിടേക്ക് എത്തുന്നേരം ഈ കാട്ടിനെ വളഞ്ഞുകൊണ്ട് ഈ ചില ഒരു തരം ആളകരത്തിലുള്ളൊരു തരം മുള്ളുള്ള, വലിയ മുള്ളല്ല, ചെറിയ തരത്തിലുള്ള മുള്ളുള്ളൊരു കൂട്ടം. അതിനെ എല്ലാം പടം മാറ്റി അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലം നോക്കി. അപ്പം ഈ മരം മറിഞ്ഞു വീണ കുഴി അത് ഏറെക്കുറെ ഒരു സെൻറ്റിലധികം വരും. ആ കുഴി വലിയ കുഴിയാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ പൂർണ്ണ സുരക്ഷിതത്താണെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ കുഴി ഒരു 10 മണിയായപ്പം അങ്ങേറ്റം ആരും ഭയപ്പെടുത്തുന്ന ഒരു
ശബ്ദമാണ് കേൾക്കുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത് CRPക്കാരുടെ ബിഗിലാണ്. അവർ കാടിളക്കാൻ വേണ്ടി, ഇപ്പം നായാട്ടുകാരൊക്കെ ഒച്ച ഉണ്ടാക്കുന്നില്ല, അതിന് പകരം ഈ രീതിയിൽ മനുഷ്യരെ ആയിട്ടുള്ള ഏറ്റുമുട്ടൽ. അവർക്ക് വാസ്തവത്തിൽ അവിടെ മാത്രമല്ലല്ലോ, അവർ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ചിട്ടും വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവർ കാട് തിരയാൻ പോകുന്ന സമയത്ത് ഈ തരം ഒരു സാധനം അവരുടെ അടുത്തുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കണം. എന്തുകൊണ്ട് വെച്ചാൽ ആ ബീഗലിൻ്റെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ശബ്ദം ഇങ്ങനെ ആരും ഓടിപ്പോവുക. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഭയം കൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ അതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് അപ്പം എന്തോ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കും. എപ്പോഴും ഓടുന്നത് ശരിയല്ല. അവർ ഇത്രയും അടുത്ത് എത്തിയതിനെ കൊണ്ടാണല്ലോ ഇതിന് ഇത്ര ഭീകര ശബ്ദം തോന്നുന്നത്. ഞാൻ അവിടെ തന്നെ ഇത് കണ്ടെത്താൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു മാനസികത. അവർ ഇറങ്ങി വന്ന് ഈ മരത്തിൻ്റെ ചില്ലയിൽ പിടിച്ച് ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുന്ന ഞാനങ്ങനെ കേൾക്കുന്നു. ഇത് പിന്നീട് അതിലെ ഒരു CRPക്കാരൻ ആയിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം. എന്നെ ചെർക്കര സ്റ്റേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അത് ആ ദിവസത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇപ്പോഴും പറയുകയാണ്, TBയിൽ ആണ് എന്നെ വെച്ചത്. എന്നെ സെക്യൂരിറ്റി ഇട്ടത് ഈ ബാച്ചിലെ ഒരു CRPക്കാരനെയായിരുന്നു. അന്ന് ഞാൻ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നിങ്ങൾ അയാൾ CRPയിലാണ് ഇങ്ങനെ ബാച്ച് തിരയാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞത്. വെടിവെപ്പ് ഉണ്ടായതൊക്കെ ആ CRP ബാച്ചാണ്. അയാളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ആ മരത്തിൽ എൻ്റെ അടുത്ത് നിങ്ങൾ ചില്ലി പൊട്ടിച്ചിട്ടൊക്കെ നിൽത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ മരത്തിൻ്റെ വേരുകളുടെ ഇടയിൽ ഇതായിട്ടെന്ന് പറഞ്ഞപ്പോഴേ ആൾ എന്നോട് പറഞ്ഞു എന്താണെന്നത്, നിങ്ങൾ ഒരു ഭാഗ്യവാനാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ അന്ന് അവിടുന്ന് വെടിവെക്കുക എന്നുള്ളത് നിഷ്പ്രയാസം. അല്ലാണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിടിച്ചിട്ടാണ് സഹവർഗീസിനെ അവർ വെടിവെക്കുന്നത്. എന്തായാലും അത്തരം അനുഭവങ്ങളും ഉണ്ടായി. പോലീസുകാർക്ക് അതിനോടുള്ള അസൂയ ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് ഒരു കുറ്റാടിയിൽ നിന്റെ മീശ കുറച്ച് പറിച്ചത് അത് പത്രങ്ങളിലൊക്കെ വന്നല്ലേ. മീശ പറിച്ചത് 2-3 ആള് അതിന് മെനക്കെട്ട് അവസാനം ഒരാൾക്ക് അത് സാധ്യമായി. അയാളെങ്ങനെയൊക്കെയോ ഇങ്ങനെ തിരിച്ചു പിടിച്ച് 2 കൈയിലും ഇങ്ങനെ തിരിച്ചു പിടിച്ച് വലിച്ചു. പിന്നെയും അങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. മറ്റൊരു MSPക്കാരൻ പറഞ്ഞു
ഏതാ ചോര വരുന്ന കാണുന്നില്ല. അവരുടെ ഇടയിലും മനുഷ്യന്മാരുണ്ടായി. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ അയാളെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ്, ഫ്രാൻസിസ്. അങ്ങനെയാണ് ഫ്രാൻസിസ് പിന്നെ തിരുനെല്ലി തിശ്ശേരി സമരം വരെ എൻ്റെ വീട്ടിലാണ്. അത് ആ സമരത്തിന് അവനോട് വരണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ അറിഞ്ഞ സ്ഥിതിക്ക് അവൻ ഉറച്ച് തീരുമാനിച്ചപ്പം പിന്നെ ഒരു നിവൃത്തിയില്ല. അതൊക്കെ സത്യം. ഞാൻ മാത്രമല്ല, ബാലരാമകൃഷ്ണനൊക്കെ പറഞ്ഞു, നീ വരണ്ട മോനെ. അച്ഛൻ എന്തായാലും പോയി. അച്ഛൻ ഒരേ ഒരു മകനാണ്, അമ്മയുണ്ട്, അമ്മ ആവശ്യമാണ്. അതിനെക്കൊണ്ട് നീ അമ്മൻ്റെ അടുത്തേക്ക് പോകണം. ഞങ്ങളെന്തായാലും ഇനിയിപ്പം നിന്നെ രക്ഷിക്കാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ കൂട്ടാക്കില്ല. ഇങ്ങനെയാണ് അവൻ സമരത്തിന് വരുന്നത്. സമരത്തിൽ അവൻ സജീവമായിട്ട് പങ്കെടുത്തു. ജയിലിലെത്തി. ജയിലിൽ അതിൻ്റെ അവനെ പോലീസുകാർ പിടിച്ചപ്പോൾ അവൻ പോലീസിൻ്റെ അടുത്ത് ചാടി. ആ ചാടിപ്പോയവനാണ് അവനെ 24 മണിക്കൂർ അടച്ചത്. പിന്നെ ഒരു കാരണവും ഇല്ലാണ്ട് അടച്ചു. 12 മണിക്കൂർ തുറന്നു. അത് ഇനിയും 24 മണിക്കൂർ ഒരു കാരണവും ഇല്ലാണ്ടാണ്. അപ്പം അവന് 2 കൊല്ലമാകുമ്പം ഭ്രാന്തായി. എനിക്കൊരു 7 കൊല്ലമാകുമ്പം ഭ്രാന്തിൻ്റെ ഒക്കുണ്ട്. കുറച്ച് വട്ടമൊക്കെ ഞാൻ ജയിലിൽ ചെയ്തു. ഇവിടെ വന്നതിൻ്റെ ശേഷം ആദ്യത്തെ ഒരു 5-6 മാസം അത്ര ലെവലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആണ് ഫ്രാൻസിസിനെ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ 3 തവണ അഡ്മിറ്റ് ചെയ്തു. ഒരു 3-4 കൊല്ലം ഇങ്ങനെ തുടർച്ചയായിട്ട് എൻ്റെ അടുത്ത് വരികയും സമാധാനമാവും. പിന്നെ അമ്മൻ്റെ അടുത്ത് പോകും. അമ്മൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം. തൃശ്ശൂർ എവിടെയാണ്. പിന്നെ ആരോഗ്യം പറ്റപ്പോയി ഫ്രാൻസിസിന്. പിന്നെ അവസാനം വരുന്നേരം തീരെ ആരോഗ്യം ഉണ്ടായി. അന്ന് ഈ കറണ്ട് ചാർജാണ് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ്. അതൊക്കെ അവന് വല്ലാണ്ട് ഇതായും തോന്നുന്നുണ്ട്. അപ്പം പിന്നെ അവൻ വന്നിട്ടില്ല. ഉറപ്പാണ് എനിക്ക് അവൻ മരിച്ചു കഴിയുമ്പോൾ. ജീവനോട് ഇന്ത്യച്ച് അവൻ വരാതിരിക്കും. വർഗീസിനെ കൊണ്ടുവന്ന് അവരൊരു പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്ത്, അതായത് 2-3 വശവും ചെറിയ ചെറിയ പാറയും ഇടയ്ക്ക് കുറച്ച് മണ്ണുമായിട്ടുള്ള ഭാഗത്ത് ഇരുത്താൻ പറഞ്ഞു. അവിടെ കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അടുത്തോട്ട് ചെന്ന് ബാംഗ്ലൂരിലെ ഇടത്തെ ചെസ്റ്റിന് തന്നെ, കാരണം ഹാർട്ടിരിക്കുന്ന ഇടത്ത് വയസ്സാണെന്ന് എൻ്റെ അറിവ്. ട്രിഗറെ വലിച്ചുകൊണ്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കിയ ട്രിഗർ പ്രസ് ചെയ്തു. മാവോ വായിക്കുന്ന സിന്ദാബാദ്, വിപ്ലവം ജീവിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മരിച്ചു. İnkılap zindabad! İnkılap
വർഗീസ് മരിച്ച് ഫെബ്രുവരി 18 ശേഷം വെറും 2 മാസത്തിന്റെ ഉള്ളിൽ അവിടെ അടിമത്തം അവസാനിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ കാർഷിക ബന്ധമില്ലെന്ന് ഡിവിഷനിസ്റ്റുകൾ, മുതലാളിത്ത പാതക്കാർ, ഞങ്ങളാണ് ഭരണകൂടം, എത്ര ഭരണകൂടങ്ങൾ പരിശ്രമിച്ചു നടന്നോ? എന്തുകൊണ്ട് 10-40 കൊല്ലത്തേക്ക് നടന്നില്ല? 47 മുതൽ എന്തുകൊണ്ട് 70 വരെ നടന്നില്ല? അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ആ രീതിയിൽ അത് നടന്നത് കമ്മ്യൂണിസ്റ്റുകാർ രക്തം കൊടുക്കാൻ തയ്യാറായപ്പോഴാണ്. വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകാർ രക്തം കൊടുക്കാൻ തയ്യാറായപ്പോഴാണ്. അവരെ പെറ്റ അമ്മമാരെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. തമിഴ്നാട് ജനതയെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. തമിഴ്നാട്ടിലെ ഈ സഖാക്കളുടെ സഹോദരന്മാരെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജലീലിനെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ കുപ്പുദേവരാജനെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ സഖാവ് അജിതയെ അഭിവാദ്യം ചെയ്യുന്നു. പശ്ചിമഘട്ട മേഖലയിൽ മരിച്ചിട്ടുള്ള നമ്മുടെ സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. മാവോയിസ്റ്റ് പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന് മുൻ നക്സൽ നേതാവും പൊതുപ്രവർത്തകനുമായ ഗ്രോ വാസു അറസ്റ്റ്. 2016 കേസിനാസ്പദമായ സംഭവം. കേസിൽ വാറന്റ് നിലനിൽക്കെ ജാമ്യമെടുത്തില്ല. തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗ്രോ വാസുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്തുകൊണ്ട് ഇവിടുത്തെ ക്രിമിനൽ സംഘമാണെന്ന് അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുണ്ട രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പോലീസ് സംഘത്തിനെതിരെ, ഈ തണ്ടർബോൾട്ടിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നാണ് വാസുവട്ടൻ ചോദിച്ച ചോദ്യം, പ്രസക്തമായ ചോദ്യം. ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി അവസാനം വരെ പൊരുതും എന്ന് പ്രഖ്യാപിച്ച വാസുവേട്ടനെ പുറത്തു കൊണ്ടുവരാൻ, വാസുവേട്ടന്റെ വിമോചനത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. സാക്ഷികൾ സിന്ദാബാദ്,
പശ്ചിമഘട്ട രക്തസാക്ഷികൾ സിന്ദാബാദ്. പശ്ചിമഘട്ട രക്തസാക്ഷികൾ സിന്ദാബാദ്. പശ്ചിമഘട്ട രക്തസാക്ഷികൾ സിന്ദാബാദ്. കോടതിയെ മുദ്രാവാക്യം വിളിച്ചിട്ട് കോടതി താക്കീത് പശ്ചിമഘട്ട രക്തസാക്ഷികൾ സിന്ദാബാദ്.